സാറേ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച മോഹൻലാലിന്റെ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം MG കോളേജിലല്ലേ പഠിച്ചത്. അപ്പോൾ ആ കോളേജിൽ ആ സമയത്ത് ഒരു മാഗസിന്റെ ചിത്രവുമായാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. അദ്ദേഹം ABVP ആണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെയും RSSന്റെ എല്ലാം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ആ ചിത്രം കൊണ്ട് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇപ്പോൾ ആ ചർച്ച പുരോഗമിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരം? അത് ശ്രീത്ത് ഈ കുറച്ച് പ്രശസ്തരായി കഴിയുമ്പോൾ ഈ പഴയ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അവർ പഠിച്ചത് ഇങ്ങനെയാണ്, പഠിച്ചപ്പോൾ പ്രഗത്ഭനായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ക്ലാസ്സിൽ കയറിയില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ വരും. അത് സാധാരണമാണ്. ഇപ്പോൾ മോഹൻലാലിനെ പറ്റി പറയുന്നത് എന്താണ്, അദ്ദേഹം ABVPയിലെ അംഗമായിരുന്നു അല്ലേ. ഇദ്ദേഹം 80കളിൽ MG കോളേജിൽ പഠിച്ചതാണ്, ഡിഗ്രി തലത്തിൽ. ഞാനും MG കോളേജിലാണ് പഠിച്ചത് 80കളിൽ. എൻ്റെ സീനിയറായിരുന്നു മോഹൻലാൽ. അന്നത്തെ കാലത്തൊക്കെ സ്റ്റുഡൻസ് ഉള്ള ഈ ബസ്സുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു കാര്യം പറയാം. ABVP എന്നല്ലേ പറയുന്നത്. ABVPയോട് എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ. ഓരോ വിദ്യാർത്ഥി സംഘടനയാണ് ABVP, SFI, AISF, KSU. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചേരും. മോഹൻലാൽ ഇതിലൊന്നിലും അല്ലായിരുന്നു. മോഹൻലാൽ കോളേജിലൊന്നും ഇങ്ങനെ കൃത്യമായിട്ടൊന്നും വരവൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് വരും, ഇടയ്ക്കൊക്കെ മാത്രം പോലും. അന്ന് ഇദ്ദേഹം താമസിക്കുന്നത് പൂജപ്പുരയാണ്. തിരുമലയിൽ നിന്ന് നാലാഞ്ചിറയിലേക്ക് ഒരു സ്റ്റുഡൻസ് ഒള്ളി ബസ്സുണ്ട്. രാവിലെ 7:30 7:45 അങ്ങനെ സമയത്ത്. അന്നത്തെ കാലത്ത് സ്റ്റുഡൻസ് ഒള്ളി, ലേഡീസ് ഒള്ളി എന്നൊക്കെ ബസ്സുണ്ട്. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. അപ്പോൾ അതിലെങ്ങാനും പൂജപ്പുരയിൽ നിന്ന് ഇടയ്ക്ക് കയറും. കയ്യിൽ പുസ്തകമൊന്നും കാണത്തില്ല കേട്ടോ, പുസ്തകമേ ഇല്ല. നമ്മൾ തോൾസഞ്ചിയിലാക്കി ഭാണ്ഡക്കെട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ മോഹൻലാൽ ഒരു പുസ്തകവും ഇല്ലാതെ ഇങ്ങനെ ഇവിടെ വരെ ഷർട്ട് ഓപ്പൺ ചെയ്ത് ഇട്ട് കയറുന്നതാണ്. അന്നത്തെ കാലത്ത് ഇവിടെ വരെ ബനിയനൊന്നും ഇടത്തില്ല ആൾക്കാർ. ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ ഇവിടെ വരെ ഷർട്ട് ബട്ടൺസൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നോക്കും, ഇവനെന്തോ വിചിത്ര ജീവിയാണ്. അങ്ങനെ. അല്ലെങ്കിൽ മോഹൻലാൽ ഇടയ്ക്ക് വരുന്നത് ബൈക്കിൽ വരും, ഒരു SD ബൈക്കിൽ. അത് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത് ക്യാമ്പസിനകത്ത് കയറുമ്പോൾ അവിടെ വന്ന് ഇത് കുറേ പ്രദക്ഷിണം വയ്ക്കും. കൂടെ പുറകിൽ ഒരാളുണ്ടാവും. ഇവര് അന്നത്തെ കാലത്ത് വലിയ സമ്പന്നന്മാർ കുറേ പേരുണ്ട്. പ്രിയദർശനൊക്കെ ആ ടീമിൽ വരുന്നതാണ്. പിന്നൊരു അശോക് കുമാർ ചില സിനിമയൊക്കെ സംവിധാനം ചെയ്തു. അശോക് കുമാർ മറ്റേ വിജയ് സ്കൂട്ടറിന്റെ ഏജൻസി ആയിരുന്നു. അവർക്ക് പാരമ്പര്യമായിട്ട് ഉള്ളതാണ്. പിന്നെ അശോക് കുമാർ ആയിരുന്നു അതിൻ്റെ ഉടമ. അപ്പൊ ഇങ്ങനെ ഇവരുടെ ലോകം വേറൊന്നാണ്. അപ്പൊ ഈ SD ബൈക്കിൽ 80കളിലൊക്കെ ബൈക്കിൽ വരുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്, കോളേജിൽ വരുന്നവരെന്ന് പറയുന്നത് നമ്മുടെ ഈ കൈകളിലെ വിരലിൽ എണ്ണാൻ പോലും ഇല്ല. അന്നത്തെ കാലത്ത് അത് വലിയ സമ്പന്നമാണ്. എന്നിട്ട് ഈ ബൈക്ക് വലിയ റേസ് ചെയ്ത് വന്നിട്ട് പിന്നെ അവിടെ പട്ടിയൊക്കെ എറിഞ്ഞിട്ടൊക്കെ പോകുന്ന കാണാം. പട്ടിയുടെ പിന്നാലെയൊക്കെ പോകും. അല്ലാതെ ABVP എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ABVP എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭയക്കുന്ന ഒരു സംഘടനയായിരുന്നു, വിദ്യാർത്ഥി സംഘടനയായിരുന്നു. MG കോളേജിൽ ABVPക്ക് നല്ല വളർച്ച ഉണ്ടായിട്ടുള്ള ഒരിടമാണ്. അന്ന് ഇവരുടെ ഒരു ദണ്ടും ഒക്കെ ഉണ്ടല്ലോ, ഈ കാക്കി ട്രൗസറും ഒക്കെ ഇട്ട് ഇവരുടെ ഒരു വരവുണ്ട്. വരവിലൊക്കെ SFIക്കാരൊക്കെ ഓടി ഒളിക്കും. MG കോളേജിന്റെ താഴെ കൂടെ ഒക്കെ ഇറങ്ങി അങ്ങ് കേശദാസ് വരുത്തിയില്ല. ഈ മോഹൻലാലൊക്കെ അങ്ങനൊന്നും ഇതിനകത്തൊന്നും ഒരു മുൻനിരയിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വന്ന് ഒരു ബഹളമൊക്കെ കാണിച്ചിട്ടങ്ങ് പോവുക. വല്ലപ്പോഴും എങ്ങാണ് ഒന്ന് ക്ലാസ്സിൽ കയറും. അല്ല, BCOMലായിരുന്നു. അത് കൊമേഴ്സ് ഒരു വേറൊരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അല്ലാതെ അവിടെ ഒന്നും കോളേജിലെ ഒരു കാര്യത്തിലും ആക്റ്റീവായിട്ട് നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. MG കോളേജോ NSSകാരോ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടോ ഇത് MG കോളേജിന്റെ പുത്രനാണ് മോഹൻലാൽ എന്നൊന്നും അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. മറിച്ച് മാറിവാനിയസിലെ കാണുമായിരുന്നു മോഹൻലാൽ പഠിച്ചിരുന്നുവെങ്കിൽ മാറിവാനിയസ് കോളേജുകാർ അത് അവിടെ ഉയർത്തിക്കാട്ടുമായിരുന്നു. അപ്പൊ ഈ ഒരു സമ്പന്ന വർഗമായിരുന്നു എന്നുള്ളതാണ് ഇവര് അന്നത്തെ കാലത്ത്. പിന്നെ എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ വല്ലപ്പോഴും വരത്തുള്ളൂ, വന്ന് ഈ ബൈക്കിൽ ഇരപ്പിച്ച്
ക്യാമ്പസിനകത്തൂടെ പലവട്ടം പോയി പട്ടികളെയൊക്കെ എറിഞ്ഞ് തിരിച്ചങ്ങ് കോഫി ഹൗസിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിന് ഇപ്പുറത്ത് സ്പെൻസർ ജംഗ്ഷനിൽ ഒരു പഴയ കോഫി ഹൗസ് ഉണ്ട്. അത് അവിടെ എല്ലാവരും ചേരും കേട്ടോ. ഈ പ്രിയദർശനും ഒക്കെ അവിടെ വരും. പിന്നെ ഇവർ കുറച്ചു നേരം അവിടെ പോയിരിക്കും. സ്റ്റാച്യുവില് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കും, നിരനിരയായിട്ട് ഇങ്ങനെ ഇരിക്കും. പെൺകുട്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ കമന്റ്സ് ഒക്കെ പാസ്സാക്കി ഇങ്ങനെ ഇരിക്കും. ഇന്നത്തെ പോലെ പെൺകുട്ടികൾ ഇതൊക്കെ കേട്ട് ഒന്നുകിൽ നെറ്റ് ചുളിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച് ഒക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അന്ന് MG കോളേജിൽ എല്ലാ പാർട്ടികളും ഉണ്ട്, എല്ലാ പാർട്ടികളും SFI ഒക്കെ ഉണ്ട്. SFI AVP സംഘർഷം അതിരൂക്ഷമായിട്ട് കോളേജ് അടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ കോഫി ഹൗസിൽ വന്നിരിക്കും. സ്പെൻസർ ജംഗ്ഷനിലെ കോഫി ഹൗസ് വളരെ പ്രശസ്തമാണ്. രാവിലെ മുതൽ ഒരു ചായയും കുടിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അതിനകത്തിരിക്കാം, ഒരു സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട്. അങ്ങനെയാണ് അവിടുത്തെ കോഫി ഹൗസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അന്ന് അവിടുത്തെ എല്ലാവരും പിന്നെ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നൊക്കെ കുറേ പേര് ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു മോഹൻലാൽ. പിന്നെ അന്നത്തെ കാലത്ത് ചിലർ പറയും മോഹൻലാൽ SFI ആയിരുന്നു. 80കളിൽ SFI എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ MG കോളേജിൽ SFI യൂണിറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ളവനാണ്. 80കളിൽ SFIയിലാണെന്ന് പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമാണ്. ഓ, അവൻ വലിയ അല്പം മിടുക്കനാണല്ലോ, എന്തോ ബുദ്ധിജീവിയാണല്ലോ എന്നാണ്. ഇന്നത്തെ SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചവറ്റുകൊട്ടയ്ക്കകത്ത് ഇടേണ്ടതല്ലേ, വെറും തൊട്ടികളല്ലേ, പിന്നെ ഗുണ്ടായുസവും കൊണ്ട് നടക്കുന്നവന്മാരല്ലേ, ഗുണ്ടകളാണ് SFI എന്ന് പറഞ്ഞാൽ. ഇന്ന് DYFI എന്ന് പറയുന്നത് അതിൻ്റെ മൂത്തത്, നമ്മുടെ AR റഹീമിൻ്റെ ശിക്ഷകണങ്ങൾ. അപ്പൊ ഈ 80കളിലെ SFI എന്ന് പറഞ്ഞാൽ വലിയ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരും SFIയിലെ മെമ്പറാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ SFI പാനലിൽ കോളേജിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലെവല് വേറൊന്നാണ്. അങ്ങനെ ചിലരൊക്കെ അഭിമാനത്തിൽ വേറെ തരത്തിൽ പറഞ്ഞു നടക്കുന്നുണ്ട്, ഞാൻ അന്നത്തെ കാലത്ത് SFI ആയിരുന്നു എന്നുള്ളത്. യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ ഒക്കെ ഒരു വലിയ യൂണിറ്റ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. അവിടെ ഒരു പ്രത്യേക സംഘമായിട്ടൊക്കെ യൂണിവേഴ്സിറ്റി കോളേജ് വലിയ പ്രതിഭകളെ വാർത്തെടുത്തിടവല്ലേ. ഈ കോളേജിന്റെ ഇങ്ങേറ്റത്ത് അവിടെ ഒരു വലിയ മാവ് ഉണ്ടായിരുന്നു. അവിടെ മാവിൻ ചുവട്ടിലൊക്കെ ആൾക്കാർ എല്ലാവരും, എഴുത്തുകാരും കലാകാരന്മാരും എല്ലാം ഒന്നിക്കും. അവിടെ മാമോട്ടിൽ ക്ലബ് എന്നാണ് അറിയപ്പെടുന്നത്. ബാലേന്ദ്രമേനോനൊക്കെ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അന്നത്തെ കാലത്ത് SFI ആയിരുന്നു അവിടെ യൂണിയൻ. അവരിറക്കിയ ഒരു മാഗസിൻ തന്നെ വലിയ വിവാദമായതാണ്, വൻ വിവാദമായതാണ് 80കളിൽ. അപ്പൊ അങ്ങനെ ഇത്തരത്തിലാണ് SFIയിലെ അംഗമാകുക എന്ന് പറയുന്ന അഭിമാനം. അല്ലാതെ ഈ മോഹൻലാൽ ഒന്നും AVP-യിലും ഇല്ല. AVP-ക്ക് തന്നെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലായിരുന്നു, അകന്നു പോകും. കാരണം ഈ പിന്നെ SFIക്കാരുമായിട്ടും ഇവർ വന്ന് അവരുടെ ദണ്ടുമൊക്കെ ആയിട്ട് വലിയ അടിയും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ കോളേജ് ഒരാഴ്ചത്തേക്കൊക്കെ അടച്ചിടുക, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തതാകാം. എന്തായാലും പിന്നീട് എന്തുകൊണ്ടായിരിക്കും ആ MG കോളേജിൽ നിന്ന് SFI പൂർണ്ണമായി തുടച്ചു നീക്കം? അല്ല, SFI തുടച്ചു, അത് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഓരോരോ മാറ്റമല്ലേ. ഇപ്പൊ തന്നെ SFIയുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നിടത്തൊക്കെ KSU കയറി വന്നിട്ടില്ലേ. അതൊക്കെ എന്തുകൊണ്ടാണ്? SFIയുടെ കൊള്ളരുതായ്മയും ഗുണ്ടായുസവും കൊണ്ടാണ്. അപ്പൊ മോഹൻലാല് ഇതിലൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അന്നേ അദ്ദേഹം സിനിമാ മോഹവുമായിട്ടങ്ങ് നടക്കുകയായിരുന്നു. കാരണം സിനിമ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഈ ഒരു വലിയൊരു സമ്പന്നർക്ക് മാത്രം ആലോചിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. പിന്നെ വലിയ ഹാർഡ് വർക്കാണ് അതിനകത്ത് കയറണം എന്ന് തീർച്ചപ്പെടുത്തിയത് കൊണ്ട് അതിൽ അന്നേ ഹാർഡ് വർക്ക് നടത്തിയിട്ടുള്ള ആളാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ തന്നെ ഒരു മാതിരി വല്ലാത്തതല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇവിടെ വരെ മുടിയൊക്കെ നീട്ടി വളർത്തി, മുഖമൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു. അന്ന് കോളേജിൽ വിളിക്കുന്നത് വേറൊരു പേരായിരുന്നു കേട്ടോ. ആ പേരൊന്നും ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ചിലപ്പോൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻകാർ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ആ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അന്നത്തെ കാലത്തെ പിന്നെ ഉള്ളവരൊക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കട്ടെ.